ഹലോ എവരിവൺ, എല്ലാവർക്കും മിനി കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളി ബജിയാണ്. ഇവിടെ ബജ്ജി കടകളിലൊക്കെ കിട്ടുന്ന പോലത്തെ ഉള്ളി ബജി. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് 2 സവാള ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞത്, പിന്നെ ഒരു 6 പച്ചമുളക് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, അതേപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നീട് നമുക്ക് കറിവേപ്പില, അത് നമ്മുടെ വീട്ടിലുള്ള തന്നെ നാടൻ കറിവേപ്പില ആയിരിക്കും നല്ലത്. പിന്നീട് 1/4 കിലോ കടലമാവ് എടുക്കണം. അതേപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ടീസ്പൂണോളം മുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല. അതിപ്പോൾ ഗരം മസാല ഇല്ലെങ്കിൽ നമുക്ക് സാമ്പാർ മസാല അതാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ അതുതന്നെ ഓയിൽ വേണം, അത് ആവശ്യത്തിന് നമുക്കുള്ള ഓയിലും വെള്ളവും. നമുക്ക് ഈ പൊടി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യാനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് നമുക്ക് ഈ പൊടി എടുത്തിടണം. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പ്, അതിപ്പോൾ നിങ്ങൾ പൊടി എടുക്കുന്ന അളവിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ടാൽ മതി. ഇവയെല്ലാം നല്ലോണം കൂടെ മിക്സ് ചെയ്യണം. എല്ലാം കൂടെ ഉപ്പും പൊടിയെല്ലാം കൂടി നല്ലോണം കൂടെ മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, അതേപോലെ തന്നെ ഇഞ്ചി, ഇത് മൂന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവയെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക. ആ പൊടി ഇതെല്ലാം കൂടി നല്ലോണം കൂട്ടി അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഗരം മസാല, അതേപോലെ തന്നെ മുളക് പൊടി, ഇവയെല്ലാം ആഡ് ചെയ്യുക. ഇവയെല്ലാം കൂടി ഒന്നുകൂടെ നല്ലോണം മിക്സ് ചെയ്യുക. മുളക് പൊടിയും ഗരം മസാലയൊക്കെ നല്ലോണം എല്ലാ ഭാഗത്തും എത്താൻ പാകത്തിന് നല്ലോണം മിക്സ് ചെയ്യുക. നമുക്കിനി ഇതിലേക്ക് ലേശം വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കൂടിപ്പോകരുത്. നമുക്കിത് ബോൾ പോലെ ആക്കാനുള്ളതാണ്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കാൻ അത് കട്ടി പിടിച്ചിരിക്കില്ല. അതുകൊണ്ട് ലേശം വെള്ളം ഒഴിച്ച് ഇതേപോലെ നല്ലോണം കുഴയ്ക്കുക. വെള്ളം ലേശം ഒഴിച്ച് കുഴച്ചാൽ മതി. അപ്പോൾ നമുക്ക് പാകത്തിനനുസരിച്ചുള്ള വെള്ളം അങ്ങനെ നോക്കി അത് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ച കറിവേപ്പില ഇടുക. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്നുകൂടെ മിക്സ് ചെയ്യുക. നമ്മളിവിടെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടണം. ഏകദേശം ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ ഒരു വലിപ്പത്തിൽ ഉരുട്ടിയാൽ മതി. ഇതേപോലെ എല്ലാ ബോൾസും ഇതേപോലെ ഉരുട്ടി വയ്ക്കണം. ഓക്കെ, നമ്മളിനിപ്പോൾ ഗ്യാസ് വെച്ച് ഒരു ചട്ടി എടുത്ത് വെച്ച് നമ്മൾ ചൂടാക്കാം. ചൂടായിട്ട് ഓയിൽ ഒഴിക്കാവൂ. ഓക്കെ, ചട്ടി ഇപ്പോൾ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇന്ന് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഓയിൽ ഒഴിക്കുക. ഓയിൽ നല്ലോണം ഒന്ന് ചൂടായിട്ട് വരണം, എന്നിട്ട് ഇത് ഇടാവൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓയിൽ നല്ലോണം ചൂടായിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓരോരോ ബോൾസ്
ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് നമ്മൾ ഈ ഓയിൽ ഇത് ഇട്ടുകൊണ്ടിരിക്കരുത്. ജസ്റ്റ് ഒന്നായി ഒരു പിടുത്തൊന്നായി വരുമ്പോൾ പൊട്ടി പോകാത്തൊരു പിടുത്തൊന്നായി വരുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കണം. ഇത് കളറമാകാനൊന്നും നമ്മളൊരു ഭാഗം കളറാക്കാനൊന്നും നിൽക്കരുത്. അതിന് മുമ്പ് തന്നെ നമ്മൾ ഇതെടുക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അതിട്ട് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിക്കാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മളങ്ങോട്ട് അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാൻ മതി. ഇനി നമുക്കിത് കോരിയെടുക്കാം. നമുക്കിത് പരത്താനുണ്ട്. അതിനായിട്ട് നിങ്ങൾ ഈ കടകളിൽ നമ്മൾ പാർട്സൽ മേടിക്കുന്ന ടൈപ്പ് കവർ ഉണ്ടെങ്കിൽ അതായത് മതി. കൈ കൊള്ളാതിരിക്കാൻ വേണ്ടിയാണ്. അത് രണ്ടായിട്ട് മടക്കി അതിൽ വച്ച് പരത്തിയാൽ മതി. ഗോവണം എടുത്തിട്ട് ഇതേപോലെ തന്നെ രണ്ടായിട്ട് മടക്കി ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ അപ്പോൾ അത് കറക്റ്റ് ആ ഷേപ്പിൽ വരും. ഇത് ഉള്ളൊന്നും ശരിക്കും അങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ കറക്റ്റായിട്ട് അത് അങ്ങോട്ട് പോകുന്നുള്ളൂ. ഇപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം അങ്ങോട്ട് പരത്തുക. നമ്മളിവിടെ നാളെല്ലാം ഇറക്കി ഓയിലിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി എപ്പോഴും നമ്മളത് ഇങ്ങനെ മറച്ചിട്ടുകൊണ്ടിരിക്കുക. എങ്കിലും അത് എല്ലാ സൈഡും എല്ലാ ഉള്ളൊക്കെ വേവുള്ളൂ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറച്ചിട്ടുകൊണ്ടിരിക്കുക. ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴേക്കും നമുക്കിത് എടുക്കാവുന്നൊരു പാകമാവും. അതുവരെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറച്ചിട്ടുകൊണ്ടിരിക്കുക. തീ എപ്പോഴും സ്ലിമ്മിലിടുക. നമ്മൾ ഓയിൽ ചൂടായി വന്നു കഴിഞ്ഞിട്ട് തീ ഒരു മീഡിയത്തിൽ താഴെ ആ ഒരു ലെവലിൽ ഇടാവൂ. പിന്നെ കൂട്ടോ കുറയ്ക്കുകയൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ ഉള്ളി ബജ്ജി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു അരിപ്പയിലേക്ക് കോരിയിടാം. അതിൻ്റെ എണ്ണയൊക്കെ നല്ലോണം വാർന്നു പോകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.